ഒക്ടോബർ 7-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ മാവോയിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് മാവോയിസ്റ്റ് അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നത്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഇൻസർജൻസി ഓപ്പറേഷൻസ് വളരെ സക്സസ്ഫുൾ ആയി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നിലവിലിപ്പോൾ മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ ഛത്തീസ്ഗഡിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നു. ഏകദേശം 31ഓളം ആൾക്കാർ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റീസെൻ്റ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സിൽ ഒരുപാട് മാവോയിസ്റ്റ് ആൾക്കാർ കൊല്ലപ്പെടുന്ന, അവരുടെ സീനിയർ ലീഡേഴ്സ് ഉൾപ്പെടെ കൊല്ലപ്പെടുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് സക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള കൗണ്ടർ ഓപ്പറേഷൻസ് സക്സസ്ഫുൾ ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടാണ്. അതായത് സ്റ്റേറ്റിലെ പോലീസും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പാരാമിലിറ്ററി ഫോഴ്സസും തമ്മിലുള്ള, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫോഴ്സസും തമ്മിലുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടാണ്. മുന്നേ ഇത്തരത്തിലുള്ള കോർഡിനേറ്റഡ് എഫേർട്ടുകൾ കാര്യമായിട്ട് ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്പോൾ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടുകൾ ഉള്ളതുകൊണ്ട് അത് സക്സസ് ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് മാവോയിസ്റ്റുകൾ സാധാരണ കാടുകളിലും മറ്റുമൊക്കെയാണ് ഒളിഞ്ഞു നിൽക്കാറുള്ളത്. അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ലോക്കൽ സപ്പോർട്ടാണ് ഇവർക്ക് രക്ഷയായി മാറാറുള്ളത്. പക്ഷേ നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലും നോക്കി കഴിഞ്ഞാൽ മാവോയിസ്റ്റുകൾക്ക് ഈ ഒരു ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നില്ല. ഈവൻ ആ ട്രൈബൽ കമ്മ്യൂണിറ്റി പോലും മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യമാണ് വരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മാവോയിസ്റ്റുകൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ വന്നിട്ട് അത് ഒരുപാട് വയലൻസിലേക്കും അവരുടെ ഇടയിൽ തന്നെ ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാവോയിസ്റ്റ് വിഷയം, കാരണം മാവോയിസ്റ്റുകൾ ഉയർത്തപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ പിന്നോക്കം നൽകുന്ന ആൾക്കാരോട് പോലും നിങ്ങളെ ഗവൺമെന്റുകൾ ഒന്നും ചെയ്യില്ല, നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്നും നിങ്ങൾക്കൊന്നും കിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് നമ്മൾ, നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ ഈ ട്രൈബൽ പീപ്പിൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറെ കൂടി അവെയർ ആവുകയും ഇതൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും മറ്റു പല ഉദ്ദേശങ്ങളോടു കൂടിയാണ് ഈ ഒരു മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ മാവോയിസ്റ്റ് കോസ് എന്ന് പറയുന്ന ഐഡിയനോട് ട്രൈബൽ പീപ്പിൾ ഫാറ്റിഗ്ഡ് ആയി മാറി മടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻസർജന്റ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള തോക്കേന്തി ആയുധധാരികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് ട്രൈബൽ പീപ്പിൾസ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ട്രൈബൽ പീപ്പിള് ഇപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ ആ സൈഡിൽ ഉണ്ട് എന്ന് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിനോടാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസർജൻസി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്ടിവിറ്റി വീക്കൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മാവോയിസ്റ്റുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും വയലന്റ് ആയിട്ടുള്ള ടാക്ടിക്സ് മാത്രമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ദരിദ്രരായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻ ആയിരുന്നു. എന്നാൽ ഈ ട്രൈബൽ പോപ്പുലേഷന്റെ സപ്പോർട്ട് ഇതുകൊണ്ട് തന്നെ ഇല്ലാതാവാൻ തുടങ്ങി എന്നുള്ളതാണ്. മറ്റൊന്നാണ് അവരുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മാവോയിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ വിവിധ തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിലാണ് ഇവർ ഈ ആശയങ്ങൾ. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് ഒരുപാട് ട്രൈബൽ പീപ്പിളിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ഒരുപാട് ബെനിഫിറ്റുകൾ ട്രൈബൽ പീപ്പിളിന് കിട്ടുന്നുണ്ട്, സ്കൂളുകൾ പണിയുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈബൽ പീപ്പിളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യില്ല, അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി മാവോയിസ്റ്റുകളോട് അവരുടെ ആയുധമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ മാവോയിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇലക്ഷനിൽ മത്സരിക്കാനോ ഒന്നും വില്ലിങ് അല്ല. ഇന്ത്യൻ ഇലക്ടോറൽ സിസ്റ്റത്തിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനോ അവർ റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാവോയിസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ആ ഒരു പുതിയ ആധുനിക ടെക്നോളജീസിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു റിലക്റ്റൻസും ഇവരുടെ ഈ ഒരു പതർച്ചയ്ക്ക് അല്ലെങ്കിൽ തകർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഈ ഒരു ഇന്റേൺഷിപ്പ് സ്കീമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അപ്പം നമ്മുടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ, ഇൻഡസ്ട്രിയുടെ സ്കില്ലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത ഇന്റർനാഷണൽ കമ്പനികളിൽ സ്കില്ലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിനെയാണ് PM ഇന്റേൺഷിപ്പ് സ്കീം എന്ന് വിളിക്കുന്നത്. ഒക്ടോബർ 3, 2023 ഒരു ഓൺലൈൻ പോർട്ടൽ ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വിവിധ കമ്പനികളുടെ 1 വർഷം നീണ്ടുള്ള
ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുവഴി 5 വർഷത്തിനിടയിൽ 4.1 കോടിയോളം യുവാക്കൾക്ക് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ലെവലിൽ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്ന് നമുക്ക് കരുതാം. ഒരു വർഷം നീളുന്ന ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. അപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് എംപ്ലോയബിലിറ്റി, അതായത് അവർക്ക് തൊഴിലുകൾ കിട്ടുന്നതിന് വേണ്ടിയും സഹായിക്കുന്നതാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് 1.25 ലക്ഷം ആൾക്കാരാണ് എടുക്കുന്നതായിട്ടുള്ളത്. അത് ഡിസംബർ 2-ന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 2029-നിടയിൽ 1 കോടി ഇന്റേൺഷിപ്പുകൾ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ കൂടുതൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിട്ടാണ് ഇത് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അക്കാദമിക് ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ട്രെയിനിങ്ങുകൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചാലഞ്ചാണ്. അവർക്ക് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള സ്കില്ലുകൾ ഇല്ല എന്നുള്ളത്, അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഇല്ല എന്നുള്ളത്. ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് സ്കീമിലൂടെ പറ്റും. അതേപോലെ തന്നെ റീജിയണൽ ആയിട്ടുള്ള പ്ലേസ്മെന്റുകൾ കിട്ടും. അതായത് അതേ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതേ ജില്ലകളിലൊക്കെ ആയിട്ട് തന്നെ പ്ലേസ്മെന്റ് കിട്ടും. പ്രത്യേകിച്ചും ലെസ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റീജിയൻസിൽ ഈ ഒരു ചാലഞ്ചസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ആ ഒരു റീജിയൻ മേഖല നോക്കിയിട്ട് പ്ലേസ്മെന്റുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഷോപ്പ് ഫ്ലോർ സ്കില്ലുകൾ, അതേപോലെ തന്നെ ഡിജിറ്റൽ സ്കില്ലുകൾ, സോഫ്റ്റ് സ്കില്ലുകളിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആധുനിക കാലത്ത് ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനെ റിഫൈൻ ചെയ്യും എന്നുള്ള രീതിയിലും കരുതുന്നുണ്ട്. അപ്പോൾ വിവിധ ഇൻഡസ്ട്രിയൽ ബോഡീസുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ഇൻഡസ്ട്രീസ് ബോഡീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ വെസ്റ്റ് ഏഷ്യ എന്നുള്ള വാർത്തയാണ്. വെസ്റ്റ് ഏഷ്യൻ ഇൻസ്റ്റബിലിറ്റി, എന്താണ് ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്, എന്താണ് നിലവിലത്തെ സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബർ 7 ഹമാസ് അതിന്റെ ഡെഡ്ലിസ്റ്റ് അറ്റാക്ക് ഇസ്രായേലിന്റെ മേലെ ലോഞ്ച് ചെയ്തു. ഏകദേശം 1200ഓളം ആൾക്കാരാണ് കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെയായിട്ട് മരണപ്പെട്ടുള്ളത്. 250ഓളം ഹോസ്റ്റേജുകളുണ്ട്. ഒരു വർഷമായി ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിലെ ഒരു പുതിയ അധ്യായമായിട്ട് തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാൾ വളരെ സിവിയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു യുദ്ധമായിട്ട് അതിനെ മാറി. ഇറാനും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിലവില് ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായിട്ടും കീഴടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അവിടുന്ന് ഹമാസിനെ പൂർണ്ണമായും ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. അവിടുത്തെ ഹോസ്റ്റേജസിനെ സെക്യൂർ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഒരുപാട് പലസ്തീനിയൻസ് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയി പോവേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മിഡിൽ ഈസ്റ്റ് പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, UN നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ ദശകങ്ങളെ കമ്പയർ മിഡിൽ ഈസ്റ്റ് ക്വയറ്റർ ആയിരുന്നു. പക്ഷെ ഇതിനേക്കാൾ ഈ ഒരു ഇസ്രായേലി പാലസ്തീൻ ടെൻഷൻ ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു വർഷം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രദേശത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ ഒരു ആശയം, ഒരു എഗ്രിമെന്റ് US-ന്റെ സപ്പോർട്ടോടുകൂടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലും വിവിധ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, അവരുടെ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ് അബ്രഹാം അക്കോർഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുവഴി ഈ ഒരു പ്രദേശത്തിന്റെ റീജിയണൽ ഡൈനാമിക്സിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് അശാന്തമായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ആ ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പലസ്തീനിയൻ ക്വസ്റ്റിനെ അമേരിക്ക വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പ്രത്യേകിച്ചും അതിന് പകരം ഈ ഒരു പ്രദേശത്ത് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ഈ ഒരു വെസ്റ്റ് ഏഷ്യ പ്രദേശത്ത് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അബ്രഹാം അക്കോർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്താ ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ 2020 സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇത് ഇസ്രായേലും അറബ് കൺട്രീസ് ആയിട്ടുള്ള UAE-യും ബഹ്റൈനും ഒക്കെയാണ് അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്തിട്ടുള്ളത്. സൗദി അറേബ്യയും അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസിലൊക്കെ ആയിരുന്നു. അതായത് ഈ ഒരു ഇസ്രായേലിനെ ശക്തമായി എതിർക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സോ അവരും ഈ ഒരു പ്രോസസ്സിലേക്ക് ഭാഗമാണ്. അത് അൾട്ടിമേറ്റ്ലി ഈ ഒരു അബ്രഹാം അക്കോർഡ് ഈ ഒരു പ്രദേശത്തെ ടെൻഷൻസിനെയും ഈ ഒരു പ്രദേശത്തെ ഇഷ്യൂസിനെയൊക്കെ
കുറക്കും എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫോർമൽ എഗ്രിമെന്റ്സ് ഒക്കെ എബ്രഹാം അക്കോർഡ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും പലസ്തീനിയൻ ഇഷ്യൂ വരുന്ന സമയത്ത് അറബ് ഇസ്രായേലി റിലേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആവും. ഓവറോൾ അത് റീജിയണൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ബിക്കോസ് അതൊരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഏതായാലും ആ ഒരു എബ്രഹാം അക്കോർഡിനെ കുറിച്ച് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തത് നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗവൺമെന്റിന് 100 ദിനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു 100 ദിനം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.